നിങ്ങളൊരു കിടില മൂവി ലവറാണോ? ഞാൻ ഇപ്പോൾ പറയാം. ഞാനിപ്പോൾ ഒരു പിക്ചർ കാണിക്കും. ഈ പിക്ചർ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കിടില മൂവി ലവറാണ്. അതർവൈസ് നിങ്ങൾ സിനിമ കാണാൻ പോയിട്ട് വെറുതെ അവിടുത്തെ ഇടിയും വെട്ടും കുത്തും ഒക്കെ കണ്ട് സിനിമ ഒന്ന് ജസ്റ്റ് ആ സമയത്ത് എൻ്റർടൈൻ ചെയ്തിട്ട് ഇറങ്ങി വരുന്നൊരു കൂട്ടരാണ്. അതായത് ഉള്ളിലൊരു ഇന്ന മീനിങ് ഒന്നും നോക്കുന്ന ഒരാളല്ല. ജസ്റ്റ് അത് ഭയങ്കരമായിട്ടൊരു ക്രിട്ടിക് ആവണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് ആർക്കായാലും മനസ്സിലാവും. ഞാൻ വരെ ശ്രദ്ധിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഞാൻ പിക്ചർ കാണിച്ചു തരാം. എനിക്ക് ഈ പിക്ചർ കണ്ട് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായാലും ഇല്ലെങ്കിലും ഇറ്റ്സ് ഫ്രം ദ മൂവി ഡി സി മൂവി റീസെൻ്റ് ആയിട്ട് ഭയങ്കരമായി നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ആ മൂവിയിൽ ഒരു ഫ്രെയിമിൽ നമുക്ക് ഈ പിക്ചർ കാണാൻ പറ്റും. ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഏതാണ് ആ സീനൊന്നും? യെസ്, നായകനും നായികയും കാണുന്ന ഒരു സീനുണ്ട്. ആ സീൻ ഞാൻ വിശദീകരിക്കുന്നില്ല, അത് വിശദീകരിച്ച് എനിക്ക് അടി കിട്ടും. സോ അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ഒരു സീനിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ പിക്ചർ കാണാൻ പറ്റും. ഇനി വെറുതെ ഒരു പെയിൻറ്റിംഗ് നിങ്ങൾ വിചാരിക്കരുത്. കുറച്ച് വെറൈറ്റിയാണ് ഈ പെയിൻറ്റിങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റർ ഇത് വരയ്ക്കുന്നത് ഒരു മെൻ്റൽ അസൈലത്തിൽ നിന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പെയിൻറ്ററിൻ്റെ പേര് അറിയണ്ടേ? വിൻസെൻ്റ് വാൻ ഗോ എന്ന് പറയുന്ന ഒരു പെയിൻറ്ററിൻ്റെ പെയിൻറ്റിംഗ് ആണ് ഈ കണ്ടിരിക്കുന്ന ഈ ബ്ലൂ കളറിലുള്ള പെയിൻറ്റിംഗ് വരുന്നത്. പക്ഷേ ഇതൊരു മെൻ്റൽ അസൈലത്തിൽ നിന്നും അദ്ദേഹം ഒരു ഫ്രെയിമിൽ വരച്ചൊരു പിക്ചറാണ്. മെൻ്റൽ അസൈലം മീൻസ് അറിയാമല്ലോ, മെൻ്റൽ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയും. അത് ഒരു ഫ്രാൻസിൽ വെച്ചിട്ടുള്ള ഹോസ്പിറ്റലിൽ വെച്ച് വരച്ചിട്ടുള്ളതാണ്. ത്രൂ ഹിസ് വിൻഡോ കൂടെ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട് ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ. അതേപോലെ ഒപ്പിയെടുത്ത് വരച്ചിട്ടില്ലെങ്കിൽ പുറത്ത് കാണുന്ന സംഭവങ്ങൾ പുള്ളിയുടെ മെൻറ്റൽ സ്റ്റേറ്റുമായിട്ട് മിക്സ് ചെയ്തോ കൊളാബ് ചെയ്തോ ഒക്കെയാണ് പുള്ളി ഈ പെയിൻറ്റിങ് വരച്ചിരിക്കുന്നത്. ഒട്ടും ഹാപ്പി ഇല്ലാത്ത രീതിയിലാണ് പുള്ളി ആ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ഭയങ്കര ഫേമസ് ആണെങ്കിൽ പോലും ആ വരച്ച ആളുടെ സ്റ്റേറ്റ് വളരെ പരിതാപകരമായിരുന്നു ആ ടൈമിൽ. ബട്ട് ഇതിൽ കുറേ മീനിങ്ങുണ്ട്. നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും മൂണും അതിൻ്റെ കേസ് ഓഫ് സ്റ്റാർസും കാണാൻ പറ്റും. കറങ്ങുന്ന രീതിയിലാണ്, ഐ മീൻ മോഷൻ കൊടുത്തിട്ടാണ് അദ്ദേഹം എല്ലാ പെയിൻറ്റിങ്ങും ചെയ്തിരിക്കുന്നത്. ബ്രഷിൽ അങ്ങനെയാണ് റൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോർമലി ഒരു ബ്രഷ് ചെയ്യുന്ന പോലത്തെ ഒരു പെയിൻറ്റിംഗ് അല്ല. സോ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ശ്രദ്ധയിലെത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ ഞാൻ ഇനിയും ചെയ്യും. ബൈ ബൈ.